തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ സദ്യാലയങ്ങളും ഊട്ടുപുരകളും ലേലം ചെയ്യാൻ ബോർഡിന്റെ തീരുമാനം. കോട്ടയം ജില്ലയിലെ 4 ക്ഷേത്രങ്ങളിൽ ഇന്ന് ലേലം നടക്കും. ലേലം ചെയ്യാനുള്ള നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് വിവിധ സംഘടനകൾ വ്യക്തമാക്കി. ലാഭകരമല്ലാത്ത ക്ഷേത്രങ്ങളാണ് എന്ന പേരിലാണ് ഊട്ടുപുരകളും സദ്യാലയങ്ങളും ലേലം ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. കോട്ടയം ജില്ലയിലെ 3 ക്ഷേത്രങ്ങളിലെ സദ്യാലയങ്ങളും ഊട്ടുപുരകളും ഇന്ന് ലേലം ചെയ്യാനാണ് തീരുമാനം. കൊടുങ്ങൂർ ദേവീക്ഷേത്രം, വെട്ടിക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രം എന്നിവിടങ്ങളിലെ സദ്യാലയങ്ങളും ഊട്ടുപുരകളുമാണ് ഇന്ന് ലേലം ചെയ്യുക. തിടനാട് ക്ഷേത്രത്തിൽ ഈ മാസം 20-നും ലേലം നടക്കും. ദേവസ്വം ബോർഡിനു വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ഇത് സംബന്ധിച്ച് ഉത്തരവ് പതിപ്പിച്ചിട്ടുമുണ്ട്. ദേവസ്വം ബോർഡിന്റേത് വിശ്വാസങ്ങളിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു. ലേലം ചെയ്യാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു. ലേലം എന്ത് വില കൊടുത്തും തടയും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ വളരെ ശക്തമായ എതിർപ്പ് ഹിന്ദു സംഘടനകളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ യുവമോർച്ചയുടെയും BJP-യുടെയും എല്ലാം ഭാഗത്തുനിന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേവസ്വം ബോർഡിനെ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള ആദ്യപടിയായാണ് ഊട്ടുപുരകൾ ഉൾപ്പെടെയുള്ളവ ലേലം ചെയ്യുന്നതെന്ന് ആരോപണം ഉയർന്നു കഴിഞ്ഞു. 2 വർഷം മുമ്പും ഇത്തരത്തിൽ ക്ഷേത്ര സ്വത്തുക്കൾ ലേലം ചെയ്യാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. എന്നാൽ വിവിധ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം പിൻവലിക്കുകയായിരുന്നു. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം.